സാറേ എന്റെ ജേട്ടൻ ഇങ്ങോട്ടല്ലോ വന്നായിരുന്നു. ജേട്ടനെ കാണുന്നില്ല വീട്ടില്. നീ ഉത്തരം പറ. പോലീസ് നീ ഉത്തരം പറ. ഇവളുടെ ഭർത്താവിനെ കാണാനില്ലെന്ന് മറ്റല്ലവനെ. സാറേ മുമ്പ് ഇതേപോലെ കാണാതായിട്ടുണ്ട്. എവിടെ പരസ്യം കൊടുക്കാന്ന് നിനക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? എനിക്കറിയാം. കണ്ടുപിടിച്ചു കൊടുക്കും. നിങ്ങളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഉണർത്തി എന്ത് കാര്യം എന്ത്? എടാ ഇവള് രാവിലെ എന്റെ വീട്ടിലൊന്ന് കരഞ്ഞ് പരാതി പറയണം. ജയന്റെ ഭാര്യയല്ലേ? ജയന്റെ ഭാര്യ കണ്ടിട്ടില്ലാത്ത പോലെ. നിങ്ങൾ രണ്ടുപേരും എന്ത് ഒളിച്ചോടി വന്നാ? ആവശ്യം പറയില്ല നീ. പിന്നെന്ത് ഇവിടെ? നിങ്ങൾ രണ്ടുപേരും എന്ത് ഇവിടെ? അവനെ കാണാനില്ലെന്ന് ജയനെ. സാറേ ജേട്ടൻ എവിടെ പോയി? മുമ്പ് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വിളിച്ചെടുത്തില്ല. അത് മറ്റേ വാറ്റ് ഗ്യാസ് അത് ഞാൻ അവനെ രക്ഷപ്പെടുത്തി വിട്ടതല്ലേ? ഒരു പോക്കും ഇല്ലാത്തവനെ കെട്ടി കളഞ്ഞിട്ട് പോയെന്ന്. നീ എന്റെ അടുത്ത് എന്തിനാണ് ഒന്ന് പരാതി പറയണത്? നീ എന്തിനാണ് എന്റെ അടുത്ത് ഒന്ന് പരാതി പറയണത്? അതെ മിസ്റ്റർ. ഹലോ, നീ നമ്മളെ കുടുംബകാര്യം. നിങ്ങളുടെ കുടുംബകാര്യം എന്റെ ഓഫീസിൽ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ വിഷയം എന്ത്? ഞാൻ എന്തോ എന്റെ പൊന്ന് സാർ, ഞാൻ വീട്ടോട്ട് പോയപ്പോ കുടുംബത്ത് താമസിക്കുന്ന വേറെ ആരോട് പറയാനാ? പോയ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞാടി. നീ പോയ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ ഇപ്പൊ പത്രത്തിൽ പരസ്യം കൊടുത്താ ഞാൻ പത്രത്തിൽ നമ്മള് പറയട്ടെ കാര്യങ്ങൾ. മിസ്റ്റർ, നിങ്ങളൊരു പോലീസുകാരനായി പോയി അപമര്യാദയായിട്ട് എന്റെ ഓഫീസിൽ കയറി പെരുമാറരുത്. IPC യാതെങ്കിലും വകുപ്പ് ഞാൻ പിന്നല്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞ മര്യാദയ്ക്ക് കണ്ടുപിടിച്ചോട്. ഇല്ലെങ്കിൽ ഇവിടെ എന്റെ തലയിലാവും. നാണയില്ല മനുഷ്യ. നിങ്ങൾ പോലീസല്ലേ, നിങ്ങൾ കണ്ടുപിടിച്ചാ നീ എന്റെ തലയിലാവാൻ നോക്കി നടക്കാണ്. പറഞ്ഞോണ്ടല്ലോ ചേട്ടനോട് സ്നേഹമൊക്കെ തരാം. അങ്ങോട്ടേക്ക് എന്തിന്റെ സ്നേഹം കൂടി നിന്റെ അടുത്ത്? എന്തിന്റെ സ്നേഹം? അതാണ് നിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവൻ പോയത്. നീ അവന് ബാധ്യതയാണ്. പരിധിയുണ്ട്. എന്തിനു സഹിക്കണം നീ? അവനെ വിളിച്ച് ചോദിച്ചു എവിടെ വിളിയടാ. അല്ല, ഈ കോൺസ്റ്റബിൾ സാറിനെ എന്തിനു ഇങ്ങോട്ട് വിളിച്ചോണ്ട്? കോൺസ്റ്റബിൾ എടുത്തു പറയേണ്ട അല്ല, ഈ സാറിനെ ബിനു പോലീസിനെ എന്തിനു വിളിച്ചോണ്ട് വന്നത്? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി താ സാറേ. ഇന്നൊന്നോ എന്റെ കൂടെ വന്നതാ. ലോക ഫ്രാഡിനെ കെട്ടി അവ എവിടെയോ പോയി. ഇപ്പൊ എന്റെ തലയിലാവാൻ നടക്കുക. സാറേ, നിങ്ങള് കുടുംബക്കാരൻ മുറച്ചെറുക്കനല്ലേ? നിങ്ങളുടെ കുടുംബ പ്രശ്നം മുറച്ചെറുക്കനുണ്ട്. എന്റെ മാരേജ് കരിയർ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവള്. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു പെങ്കൊച്ച് പോലീസ് എന്ന രീതിയിൽ നിങ്ങളല്ലേ ഇതിന് മുൻഗണന എടുക്കേണ്ടത്? ആ കൊച്ചിനൊരു ജീവിതം കൂടെ. അവൻ പോണെങ്കിൽ പോട്ടെ. പിന്നെ അല്ലെങ്കിൽ കണ്ടുപിടിച്ചോടി. എന്റെ ഒന്ന് പറയാം. അവൻ കൊണ്ടുനടന്നിട്ട് ഇനി ഞാൻ നീ പോയി. കട്ട തേപ്പാണെന്ന് അന്നേ ഞാൻ എണ്ണി വെച്ചതാണ് നിന്റെ കാര്യം. അതെ, ഞാൻ ഓഫീസ് അടയ്ക്കാൻ പോകുന്നു. ഒരു ഓഫീസും ഇല്ല. ഒരു ഓഫീസും ഇല്ല. നീ ഇവിടെ ആശുപത്രി കൊണ്ടുപോകണം. അയ്യോ എന്റെ മെറ്റല്ല. ഇറങ്ങി പുറത്തുനിന്ന് മുറ്റത്ത് സംസാരിക്കാം. നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാം. പൂട്ടാട്ടെ. അയ്യോ മെറ്റല്ല. എന്താണെങ്കിലും ഞാനൊരു ദിവസം അറിയും കേട്ടോ. കൊടുക്കാം. പിന്നെ അമ്മാവൻ കച്ചവടം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടല്ലേ വരാൻ പോകുന്നത്? ശരി, ബാക്കി നേരിട്ട് തരാം. എടി, ഇത് അമ്മാവനാ. നിന്നെ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ ഞാൻ എടുത്ത് എന്തോ സീക്രട്ട് പറയാനാ. ഹലോ, പറ അമ്മാവ. ഇങ്ങോട്ടാ? എന്തിനാ അമ്മാവ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങോട്ട് കൊണ്ടിരുന്നേ? വാടകയോ? ഞാൻ പറഞ്ഞേക്കാം അവളുടെ അടുത്ത്. നോക്കിക്കോളാം. ടെൻഷൻ അടിക്കണ്ട. ശരി. എന്തുവാ? ഇങ്ങോട്ട് പുതിയ ഏതോ കുട്ടി താമസിക്കാൻ വരുന്നു. ഇങ്ങോട്ട് നീ എന്തിനാ പുതിയൊരാളെ കൊണ്ടുവരുന്നത്? എനിക്കറിയില്ല. ഇവിടുത്തെ മറ്റേ തങ്കപ്പ മുതലാളി ഉണ്ടല്ലോ, പുള്ളിക്ക് കിട്ടുന്ന വാടക പോരാ, അതുകൊണ്ട് വേറൊരാളും കൂടി താമസിക്കാൻ വരുവാന്ന്. അപ്പൊ നമ്മൾ എന്തോ കൊടുക്കുന്നത്? പുളിങ്കുരുവാണോ ഓരോ മാസം വേണ്ടി കൊടുക്കുന്നത് അങ്ങോട്ട്? അതൊന്നും എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മളോട് ആരോടും ആ കുട്ടിയെടുത്ത് ഇടി ഉണ്ടാക്കാൻ നിൽക്കരുത്. മാത്രമല്ല അതിന് റൂം ഏതാന്നൊക്കെ കാണിച്ചു കൊടുക്കണം. എടി, നമ്മളൊരു വഴക്കാളികളോ? വരുന്നിടത്തും പോകുന്നിടത്തൊക്കെ വഴക്കുണ്ടാക്കി നടക്കാൻ? നമ്മളെന്നല്ല, അമ്മ ഫോക്കസ് ചെയ്താൽ നിന്നെയാണ്. അങ്ങനെ ഞാനാണല്ലോ ഇവിടെ സ്ഥിരമായിട്ട് എല്ലായിടത്തും വഴക്കുണ്ടാക്കി നടക്കുന്നേ. ശരി, നമ്മൾ പോണം. അതും അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരിക്കില്ല. പുതിയൊരാള് വരുമ്പോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കളയണ്ട, അവനില്ലാത്ത സമയമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത്. എങ്കിലും ആ പറഞ്ഞത് ശരിയല്ലല്ലോ. അല്ല, ഇനി വരുന്ന ഐറ്റത്തിന് ഏത് റൂമാണോ കൊടുക്കാൻ പോണത്? ഞാൻ ആലോചിച്ചിട്ടെ, നമ്മുടെ പപ്പി കുറച്ച് ദിവസത്തേക്ക് ഇല്ലാന്നല്ലേ പറഞ്ഞു. അവളവിടെ പോയേക്കല്ലേ. അവൾ പോയി വന്നവരെ നമുക്ക് താഴത്തെ റൂം കൊടുക്കാം. അതാകുമ്പോൾ മുകളിലേക്ക് ഒരു ശല്യം ഉണ്ടാവത്തില്ല. പിന്നെ ഓർമ്മ ഉണ്ടല്ലോ, നമ്മളായിട്ടൊരു വഴക്കിനും പോകണ്ട.
എന്റെ പൊന്നു ചാരു നിന്റെ അടുത്ത് പറയാം, ഇനി വരുന്നത് പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ഈ അവന്തിക സ്വഭാവം മാറ്റാൻ പോകുന്നില്ല, കേട്ടല്ലോ. എനിക്ക് വേണ്ടി മാറ്റാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. പ്രധാനമന്ത്രിക്ക് വേണ്ടി മാറ്റണ്ട. ദേ അമ്മ അവൻ പറയാൻ പറഞ്ഞ് ഞാൻ അത് അങ്ങോട്ട് ഇൻഫോം ചെയ്ത്, അത്രേ ഉള്ളൂ. ഇനി അതിന്റെ പേരിൽ ഞാനായിട്ട് ബഹളമൊന്നും വേണ്ട. അല്ല, ഈ വരുന്ന ഐറ്റത്തിന്റെ പേരോ നാളോ സ്ഥലോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ കൊമ്മാവൻ? വരുമ്പോ ചോദിക്കാം. ഈ വട്ട് സാധനങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് അമ്മാവൻ എങ്ങനെയാണോ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നത്? വരട്ടേടെ, എന്നിട്ട് ആലോചിക്കാൻ വട്ടാണോ അല്ലയോ? അമ്മാവൻ വരട്ടെ, അമ്മാവൻ വരട്ടെ, അങ്ങനെയുള്ളത് ഞാൻ കൊടുത്തോളാം. അങ്ങനെ ഇങ്ങനൊന്നും വിളിക്കാണ്ടിരിക്കടി. ദേഷ്യം വന്ന അവളുടെ ചായ വേണോ? വേണ്ട വേണ്ട. നീ മാറി, ഞാൻ നോക്കട്ടെ. നീ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരുന്ന ബാക്കിയുള്ളവനെ നോക്കണ്ടേ? നീ ഇത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടാകുമ്പോൾ എന്തൊക്കെയോ ശബ്ദം അങ്ങനെയൊക്കെ പോകുന്നു, മനസ്സിലാവണില്ല. എന്തോ ഒരു മിസ്സിംഗ് ആണ്. ഇപ്പൊ ശരിയാവും. ശരിയാക്കിയിട്ട് ഞാൻ എപ്പോൾ പോകണ്ടേ? ഡേയ് വെപ്രാളപ്പെടാതെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ഈ സാധനം കൊടുത്തിട്ട് കാറങ്ങൾ എടുത്തൂടെ? ആഹാ, എടാ എൻ്റെ വീട്ടിൽ 2 കാറുണ്ട്, നീ അത് മറക്കല്ല്. എടാ എന്നിട്ട് ഞാനിത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ടുള്ളൊരു ആത്മബന്ധം ഉണ്ടളിയാ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അതുകൊണ്ട് നീ ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കില്ല അളിയാ. ഈ ആത്മബന്ധത്തിൻ്റെ കാര്യം ഈ ബൈക്കിന് അറിയാമോ? അറിയാമോ എന്നാ? എടാ നിനക്ക് മനസ്സിലാവൂല, അത്രേ ഉള്ളൂ. ഞാനും എൻ്റെ ബൈക്കുമായിട്ടുള്ള ആത്മബന്ധമൊക്കെ അറിയാമല്ലേ, ചുമ്മാ അല്ല ഇടയ്ക്കിടയ്ക്ക് നിൽക്കണത് സാധനം. എടേ നീ കുറെ നേരം ഇട്ട് ഒരുമാതിരി എൻ്റെ വണ്ടി ഇൻസൾട്ട് ചെയ്യാൻ മാറില്ല അങ്ങോട്ട്. എടാ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല, നീ വല്ല നടന്നു പോടെ വീട്ടിൽ. അപ്പം അതാണ് കാര്യം. എന്തോ അത്? ഞാൻ നടന്നങ്ങ് പോകണം. അണ്ണന് വേറെ പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം മിസ്സിംഗ് ഉണ്ട് കുസങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഒരു കുന്തോ ഇല്ല ഇതിന്. മോശം തന്നെ നിരുന്നു. ഈ തങ്കപ്പമില്ല പോണ വഴി ഏതാ? തങ്കപ്പമില്ല ഇവിടുന്ന് നേരെ പോകുമ്പോൾ അറ്റത്തെ വീട്, ഈ ലൈനിൽ അറ്റത്തെ വീട്. ശരി, ഓക്കെ. കുട്ടി ആരെങ്കിലും കാണാൻ വേണ്ടി പോകണം? അല്ല, ഞാൻ അടുത്ത ന്യൂട്ടൻ്റെ തന്നെയാണ്. ഓ അവിടത്തെ. ശരി, താങ്ക് യു, ബൈ. ഓക്കെ ഓക്കെ. തെറ്റെന്നല്ല, ടെന്റ്. എടാ മണ്ട, നമ്മൾ ഈ മറ്റേ എന്തൊരു കുടിലടിക്കൂലേ, അതിന് വന്ന ആളാണെന്ന്. കുടിലടിക്കാതെ സർക്കസ് ആയിട്ട് കണ്ടിട്ട് ആ രൂപം പോലെ ഉണ്ടല്ലേ. എനിക്ക് കണ്ടപ്പോൾ തറച്ചക്രം ഇല്ലേ, അവനെ പോലെയാണ് തോന്നിയത്. മുടിയെ വളർത്തിയിട്ട് അവൻ്റെ അനിയത്തി വല്ലതും ആയിരിക്കും ചിലപ്പോൾ. അവനെ കാണാൻ വേണ്ടി വന്നായിരിക്കും ചിലപ്പോൾ. നമുക്ക് പോയി നോക്കിയാലേ ഒന്ന്. എന്തിനും ചുമ്മാ നോക്കാം. ആദ്യം പോട്ട്, നമുക്ക് പോവാം. തന്നെയല്ലേ വീട്? കൊള്ളാം. Anybody is here? യെസ്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ജയചേട്ടൻ വിളിച്ച് പറഞ്ഞില്ല? വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി. ശരി ആ, ശരി അത് ശരി. ഞാനാണ്. നിങ്ങളുടെ ആരാ? പാറു? പാറു അല്ല, ചാരു. ചാരു ഞാനാ. ആണല്ലേ, ഓക്കെ. നിങ്ങളൊക്കെ ഇവിടുത്തെ വേലക്കാരാണോ അതോ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു കുട്ടിക്ക്? കണ്ടൊന്നും തോന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാ. അതെ, പൈസ കൊടുത്ത് താമസിക്കുന്ന ആൾക്കാർ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് സ്റ്റെഫി ജാക്സൺ. ഓക്കെ. എനിക്ക് ഈ പേരെങ്ങനെ കിട്ടി നിങ്ങൾക്ക് അറിയണ്ടേ? വേണമെന്നില്ല. ഇല്ല, എന്നാലും ഞാൻ പറയാം. എൻ്റെ പപ്പയുണ്ടല്ലോ, മൈക്കിൾ അങ്കിളിന്റെ ഭയങ്കര ഫാനായിരുന്നു. ഈ മൈക്കിൾ അങ്കിൾ ആരെന്ന് നമുക്കറിയത്തില്ലല്ലോ. മൈക്കിൾ അങ്കിൾ മനസ്സിലായില്ല? ഇത് വേൾഡ് ഫേമസ് കിങ് പോപ്പിനെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? മൈക്കിൾ ജാക്സൺ. നോ. മനസ്സിലായില്ല? മനസ്സിലായി. മൈക്കിൾ ജാക്സൺ പോപ്പ് സിംഗർ. മൈക്കിൾ അങ്കിളിന്റെ ഫാനാണ് എൻ്റെ അച്ഛൻ. മനസ്സിലായില്ലേ? ഓക്കെ. നിങ്ങളൊക്കെ ഏത് റൂമിലാണ് താമസിക്കുന്നത്? മുകളിലാണോ? അതെ, ഞങ്ങള് മുകളിലാണ്. അപ്പൊ എൻ്റെ റൂം എവിടെയാണ്? ഇവിടെ എടുത്തോളൂ. ദിസ് റൂം. ഓക്കെ, എന്തായാലും നിങ്ങളൊക്കെ മുകളിലായി നന്നായി. ഞാൻ എന്തായാലും ഒന്ന് സെറ്റിൽ ആവട്ടെ, വഴിയെ പരിചയപ്പെടാം. വേണമെന്നില്ല. വേണം. എന്താടി ആരുടെ ഈ നൂഡിൽസ് മുടിയെത്തി? പെണ്ണിന് പ്രാന്താണെന്ന് തോന്നട്ടെ കണ്ടിട്ട്. അമ്മ അവൻ എവിടെ നിന്നാടി കറക്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ചേടാ, ഇവിടെ ഇപ്പൊ നോർമലായിട്ട് ഞാൻ മാത്രമേ ഉള്ളല്ലോ. അതെ അതെ. അങ്ങനെയല്ല നമ്മള്. എന്റെ പെട്ട് ഡേഞ്ചറസ്.
എങ്ങോട്ടായിരുന്നു അവിടെ? അതോ ഞാൻ ഈ ഡസ്റ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാ. ഇങ്ങനെയോ? വെറുതെ ചുമ്മാ ഇങ്ങനെ ഡസ്റ്റ് കളഞ്ഞ ഒരു മൂഡ് കിട്ടത്തില്ല. ഇതാകുമ്പോ ഒരു വൈബ് അല്ലേ, ഇങ്ങനെ പൊറോട്ട അടിക്കുമ്പോൾ. ഈ റൂം വരുന്നവർ എല്ലാരും ഇങ്ങനെയാണല്ലോ. എനിക്കറിയത്തില്ല. ഭ്രാന്തം മൂത്തതാണോ? എനിക്കറിയില്ല. ഒന്നുമില്ല. എനിക്കറിയാം നിങ്ങൾ എന്താ ചിന്തിച്ചെന്ന്. എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? അതെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് മനസ്സിലായി? പേടിക്കണ്ട, എല്ലാരും എന്നെ കാണുമ്പോ ഇങ്ങനെ ചിന്തിക്കാം. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പൊതുവെ ഇങ്ങനെ ഉള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാ പറയുന്നത്. എന്നൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ കെട്ടിലിങ്ങനെ നടന്നിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. ഇത് പൊക്കിയെടുത്ത് അങ്ങോട്ട് വെച്ചാലോ? ഇങ്ങനെ കിടക്കുന്നത് നല്ലത്. ഇതിപ്പോ എന്താ കുഴപ്പം? ഇങ്ങനെ നടന്നിട്ട് ഒരു മൂടില്ലെന്നേ. എനിക്ക് ഇതിനെ കണ്ടിട്ട് പേടിയാവുന്നു കേട്ടോ. എനിക്കും പിന്നെ എന്ത് കാണാൻ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് പോവാം. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങള് പുതിയ ആളിനെ പരിചയപ്പെടാൻ വന്നതാ. നിനക്ക് പറ്റിയ പാർട്ടിയാ. അതെ അതെ, നന്നായി പരിചയപ്പെടും. അതെ അതെ, പരിചയപ്പെടേ. ഹലോ, ഹായ്, ഐ എം സ്റ്റെഫി ജാക്സൺ. ഞാൻ ടീന. താൻ പപ്പിയുടെ റിലേറ്റീവ് അല്ലാണോ? അല്ല, ഞാൻ പപ്പന്റെ റിലേറ്റീവ് ആണ്. പപ്പനോ? അതാരാ? അപ്പൊ പപ്പി ആരാ? ഇവിടെ താമസിച്ചോണ്ടിരുന്ന കൊച്ച്. എന്നാ പപ്പന് ഒരാളില്ല. ആണോ? ഓക്കെ, ബൈ. എന്നാ അവളെങ്ങനെ പുതിയ പെൺകുത്തിയുടെ കമ്പനി ആയിട്ടുണ്ടാവും? കമ്പനി ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒഴിച്ചോളൂ, ബാക്കി എല്ലാവരും പെട്ടെന്ന് കൂട്ടാവും. അതെ, എന്തായി? കമ്പനി ആയാ? ആക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. കുഴപ്പമുണ്ട്. അതിനർത്ഥം അവിടുന്ന് കാര്യമായിട്ട് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് അടി. ഫുഡും എല്ലായിരിക്കും. ഏയ്, ഏവൻ അടുത്ത ടീംസ്. ഹലോ, എങ്ങോട്ടാ? പറഞ്ഞോളാം. അല്ലല്ലേ പന്ന ഒഴിക്ക് വെള്ളം കിട്ടില്ലേ? ശ്യാം എന്താ ഇവിടെ? അല്ല, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനു വേണ്ടി ഞാൻ വന്നേ. അമ്പലത്തിൽ എനിക്ക് വരാൻ പറ്റത്തില്ല. അല്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ല. അതാ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞത്? അത് ശ്യാമിന് മനസ്സിലാവത്തില്ല. അല്ല, അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. മനസ്സിലാവത്തില്ല അത്. എനിക്ക് മനസ്സിലായി. എനിക്ക് എന്തിനു മനസ്സിലായി? അവർക്ക് നിന്നോട് വരാൻ താല്പര്യമില്ല, അതാണ് കാര്യം. പോടാ അവിടുന്ന്. ചാരു, നിന്റെ പവിയെണ്ണ പോടാന്ന് വിളിക്കണോള്. നിങ്ങളിപ്പോ ശരിക്കും ഇങ്ങോട്ട് എന്തിനാ വന്നത്? അറിഞ്ഞോടി, വൺ മിസ് കാപ്പിരി മുടിക്കാരി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ചകിരിയൊക്കെ തലയിൽ വെച്ചോണ്ടിരുന്നു. വന്നെങ്കിൽ വന്ന് അവള് കറക്റ്റ് വഴി പറഞ്ഞു വിട്ടാ ഞങ്ങളാണ്. നിങ്ങളന്ന് പറഞ്ഞു വിട്ടത്? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലായിരുന്നോ? അവളെ വേറെ എവിടെ പറഞ്ഞു വിട്ടാ പോരായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സത്യം. ഇങ്ങോട്ട് വെച്ചാൽ പിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാ. എന്തെല്ലാം മോളൂസ് ഇവിടെ വന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുള്ളി മൊത്തത്തിൽ പ്രശ്നമാ. എന്ത് പ്രശ്നം? തലവേദന ആയിട്ടിരിക്കുവാ. എന്ത് കൂട്ടാ പറ. വരുന്നുണ്ട്. പക്കേല് വരെ നടന്നു വരുമ്പോൾ ഹലോ ഹലോ, കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയില്ലല്ലേ? നീ ഏതാ? ഞാനേതാന്ന് മനസ്സിലായില്ല, ഓർമ്മയില്ല. നമ്മളാണ് അവിടെ വെച്ച് വഴി പറഞ്ഞു തന്നത് ബൈക്കില്. അപ്പൊ എനിക്ക് വഴി പറഞ്ഞു തന്നിട്ട് എന്നെ ഫോളോ ചെയ്ത് വന്നേക്കാണല്ലേ ഇവിടെ? അയ്യോ അല്ല, ഇവിടെ കറക്റ്റായി എത്തിയോ നോക്കാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. സത്യം പറ, നീ ഒക്കെ സെബാന്റെ ഗ്യാങ് അല്ലേ? നീ ആ സെബാന്റെ അനിയനല്ലടാ ജയിലിൽ കിടന്നേ? അവ ഇച്ചിരി അനിയനാണെന്ന്. അവന്മാരോടൊക്കെ പോയി പറഞ്ഞേക്ക് ഈ സ്റ്റെഫി ജാക്സനെ പേടിപ്പിക്കാൻ പറ്റില്ലെന്ന്. അതിന്റെ കത്തി എന്തിന് കാര്യം പറഞ്ഞാ പോരെ? കത്തി താഴെ ഇല്ല, ഇവന്മാരെ എന്നെ ട്രാപ്പ് ആക്കാൻ വന്നവരാ. ഞങ്ങൾ വഴി ശരിയായെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വന്നത്. ഇത് എന്റെ ഫ്രണ്ട്സാ, സത്യമായിട്ടും എന്റെ ഫ്രണ്ട്സാ. അല്ല, ആ ഗ്യാങ്ങിന്റെ കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി ഇവന്മാര് വന്നത് അല്ല. അല്ലാതെ 100 പ്രാവശ്യം പറഞ്ഞില്ല. കത്തിയാണ് അപ്പുറം കണ്ടിട്ടുള്ള സത്യം പറയണ്ട. നിങ്ങൾ പേടിക്കണ്ട. പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ വിളിച്ച്. ഇതാണല്ലോ നമ്മുടെ കിച്ചൺ. സൂപ്പറാണല്ലോ, അടിപൊളി. ഇത് തന്നെ കിച്ചൺ. ശരി, എന്നാലേ പാടി പോവാണോ? ഇവിടെ ഞാനൊരു കലക്കും. എടി, എന്തിനും അമ്മാവനെന്തിനാടി ആ മൈക്കിൾ ജാക്സൺ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? മൈക്കിൾ ജാക്സൺ അല്ലടേ, ആ സ്റ്റെഫി ജാക്സൺ.
എനിക്കാണെങ്കിൽ അവളെ അങ്ങോട്ട് തീരെ പിടിക്കുന്നുമില്ല. എടി എനിക്കും അത് തന്നെ എടി, എനിക്ക് ഒട്ടും ഇഷ്ടമാവണില്ല. ആ പപ്പിയും പിങ്കിയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ വേറെ പ്രശ്നമില്ല, റൂമിൽ തന്നെ 24 മണിക്കൂർ കുത്തിയിരിക്കുമായിരുന്നു. എടി ഇവള് അടുക്കള വിട്ടാണെങ്കിലും ഹോൾ വിട്ടാണെങ്കിലും എങ്ങോട്ടും പോകുന്നില്ലേടി. എന്തിന്? ഒന്ന് കാണണ്ടെന്ന് വെച്ചൊന്ന് ഇരിക്കാനാണെങ്കിൽ ആ തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഒരുമാതിരി പുളിച്ചാടിയെ പോലെ തന്നെ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോടി? വേണം, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നല്ല ഐഡിയ ആണെങ്കിൽ ഇതുപോലെ ഒരു അടിപൊളി ജ്യൂസ് ഇനി ഒന്നും കൂടെ ഞാൻ വാങ്ങിച്ചു. സത്യം, കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഞാൻ നിനക്ക് എക്സ്ട്രാ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. അതേ, 2 എണ്ണം റൂമിന് പുറത്തിറങ്ങണ്ട, പിന്നെ അവളെ കാണണ്ടല്ലോ. എന്താ? അല്ല, അവളെ കാണണ്ടല്ലോ. ഇമാതിരി മാക്കായിട്ട് ഇനി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വന്ന ജ്യൂസ് എടുത്ത് തലേക്കൂടെ ഒഴിക്കുന്ന മാത്രമല്ല തലമണ്ണ അടിച്ചാൽ പൊട്ടിക്കുകയും കൂടെ ചെയ്യാം. അതൊക്കെ അറിയാലോ നിനക്ക്. എടി ഞാൻ ആലോചിക്കുന്നതേ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഞാനൊന്ന് ആലോചിച്ചത് എന്താന്ന് പറയട്ടെ. ഇവളെന്തായിരിക്കും ശരിക്കും ചെയ്യുന്നതെന്നാണ് എന്ന് വെച്ചാ ഇവിടെ തൊഴിലെന്തായിരിക്കും? വ്യക്തമായിട്ട് നീ പറ. എന്റെ ഒരു കണക്കൂടൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാന്തിയെ പോലെ മുടിയൊക്കെ നീട്ടി വളർത്തുന്നവർക്ക് എന്ത് ജോലി കൊടുക്കാനാടി? നീ എന്തോ നീ പറയണത്? എടി നമ്മളെക്കാട്ടും എക്സ്ട്രാ വാടക കൊടുത്തോളാന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഈ വീട്ടിൽ അവൻ നമ്മുടെ വീട്ടിൽ കയറ്റി അവളെ താമസിപ്പിച്ചത്, മനസ്സിലായ? അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ട് ഒരു ജോലി ഉണ്ടാവണമല്ലോ. ലോ നീ ഭയങ്കര ഡിക്റ്റേറ്റീവ് എന്നൊക്കെ നിലയെ പറയുന്നത്. അത് പ്രൂവ് ചെയ്യാൻ നിനക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ആരും അറിയാതെ രഹസ്യമായിട്ട് ഇവക്ക് ജോലി എന്താ കൂലി എന്താന്ന് കണ്ടുപിടിച്ച് തരണം. ഞങ്ങൾ നിന്നെ സമ്മതിക്കും അല്ലേ? അതെ, ഞാൻ കണ്ടുപിടിച്ചൊക്കെ തരാം. പക്ഷെ എനിക്കൊരു ബിയർ ഓഫർ ചെയ്യണം. ബിയർ പോട്ട് പച്ചവെള്ളം പോലും പോലെ വാങ്ങിച്ചെടുത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീ കണ്ടുപിടിച്ചെന്നാ മതി. കാളെ പിടിക്കുമ്പോ തോലെ കയറല്ലേ? എന്ത് കാലെ പിടിക്കുമ്പോ തോളെ കയറലെന്ന്. അത് തന്നെ. അതെ, പോയാലോ? നമുക്ക് പോവാം. ശരിയാ, സമയം ഒരുപാടായി. എടാ, നമുക്കൊരു ഷവർമയുടെ കഴിച്ചിട്ട് പോയാലോ? ഷവർമയോ? പിന്നെന്താ, ചേച്ചി ഇവിടെ തന്നെ ഇരുന്നിട്ട് കഴിച്ചിട്ട് അല്ലേ? വേണ്ട, വന്നില്ലേലും കുഴപ്പമില്ല അല്ലേ? വന്നില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ പോകും. പാടി പാടി എടി പാടി. അമ്മാവൻ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നിങ്ങൾ എവിടെ പോയി, എന്തിനു പോയി, എന്താ ലേറ്റ് ആയെന്നൊക്കെ ചോദിച്ചേനായിരുന്നു അല്ലേ? ഇടി അമ്മാവനില്ലാതെ പുള്ളിക്കാരന്റെ കണ്ണ് കടിച്ച് നമ്മൾ മതില് ചാടി ബിയർ അടിച്ച് ബോധം കെട്ട് വന്ന നിനക്ക് ഓർമ്മയുണ്ടോ ചാരു? പിന്നെ ഓർമ്മയില്ലാണ്ടിരിക്കോ? എന്നിട്ട് എല്ലാരും കൂടി മറ്റേ കിണ്ടിയായിട്ട് ഞാൻ എല്ലാത്തിനെയും പൊക്കിക്കൊണ്ടുവന്നത്. കാലമല്ലേ? അപ്പൊ നിങ്ങൾ ഒളിച്ചും പാത്തൊക്കെ പോയി ബിയറൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ? എന്നിട്ട് എനിക്കൊരു ബിയർ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാത്ത. എടി നീ എന്തും ജോലിക്കാനല്ലേ പോകുന്നത്? അപ്പൊ നിന്റെ എന്തായാലും കാശ് കാണും. നീ ഇങ്ങനെ മറ്റുള്ളവരെ ഇറക്കാതെ സ്വന്തം കയ്യിൽ പൈസ കൊടുത്ത് സ്വന്തമായിട്ട് വാങ്ങിച്ചു കഴിക്കുക. ഓ, ബെല്ലടിക്ക്. അതേ, ഫ്രണ്ട്സ് ട്രീറ്റ് തരുന്നതും നമ്മൾ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതും വ്യത്യാസമുണ്ട്. ആണോ? ഉണ്ടല്ലോ. അപ്പൊ നീ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? ഒരു കപ്പലിന്റെ മുട്ടയെ പോലും നിന്ന് വാങ്ങിച്ച് നീ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലല്ലോ. ട്രീറ്റ് ചെയ്ത് തന്നിട്ടില്ലല്ലോ. എന്റെ ബോംബെയിലെ ഫ്രണ്ട്സ് നിങ്ങളുടെ അത്ര കഞ്ചൂസുകളൊന്നുമല്ല. ഇത് 2 മിനിറ്റ് പോകണല്ലോ. അതെ, ഒന്ന് ഇടി ഉണ്ടാക്കാണ്ടിരിക്കോ? വന്ന് കേറിയില്ല, തുടങ്ങിക്കോളും. ഇത് എത്ര നേരം വെയിറ്റ് ചെയ്യണം? എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, തുറക്കാൻ പറ. അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. പെങ്കൊച്ചേ, ആർക്കറിയാം? മൈക്കിൾ ജാക്സൺ. എങ്ങനെ കേൾക്കും ജാക്സണും ജാക്കിയും ഒക്കെ? ഇവിടെ ചെവിക്കത്ത് മുഴുവൻ മറ്റും മുടി കയറി ഇരിക്കുമല്ലേ കുട്ടി പിശാചിന്റെ? കേറും. അകത്ത് ലൈറ്റ് ഉണ്ട് കേട്ടോ. റൂമിലാ? ആടി അവിടെ കൊണ്ടും പോയി തുറക്കോ ചെല്ലേ, വിളിക്ക് പോയി. വാങ്ങിട്. എടി പെണ്ണെ, റൂം തുറക്കാൻ, കഥക്ക് തുറക്കാൻ. ഇടി അവളുടെ ചെവി നോക്ക്, മറ്റേ ഹെഡ്സെറ്റും വെച്ചോണ്ടാ ഇരിക്കണേ. എങ്ങനെ കേൾക്കാനാ? എന്റെ ദൈവമേ, ഇതിനൊരു സൊല്യൂഷൻ പറ. നമ്മളിനി എന്ത് ചെയ്യും? എടി, നമുക്ക് ഈ ഗ്ലാസ് തല്ലി പിടിച്ച് കല്ലെടുത്തെറിഞ്ഞാലോ അവളെ? രണ്ടും കൂടി പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും അതിന്റെ പൈസ? ഇവള് കൊടുക്കും. പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കൊല്ലും നിന്നെ. അതെ, അവൾ തുറക്കണ വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. തുറക്കണ വരെയോ? എന്റെ ഈശ്വര, അവള് വന്ന ദിവസം തന്നെ നമ്മളെ പുറത്താക്കിയല്ലോടി. പൊട്ടി നോക്കൊന്ന്. എന്നെ കിടന്ന് കീറണ്ട, നാട്ടുകാർ ഇറങ്ങി നമ്മളെ തെറി വിളിക്കും.